ഹായ് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരണമെന്ന് കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോഴാണ് അതൊന്ന് നടന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ സമയമായി. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുല്ലപ്പൂവൊക്കെ മേടിക്കണമല്ലോ. മുല്ലപ്പൂ അല്ല കേട്ടോ ഞങ്ങൾ മേടിച്ചത്, ആ പിച്ചകവും തുളസിയും കൂടിയിട്ടുള്ള പൂവായിരുന്നു മേടിച്ചത്. അങ്ങനെ പൂവൊക്കെ മേടിച്ചത് അമ്പലത്തിൽ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2 സ്റ്റേജുകളിലായിട്ട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. തിരുവാതിരക്കളികളാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ വെറൈറ്റി സെറ്റുമുണ്ടുകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോവുകയാണ്. മുല്ലപ്പൂ ഇതുവരെ ചൂടിയിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ഡ്രസ് റൂമിൽ കയറി ഞങ്ങളിത് പൂവൊക്കെ സെറ്റാക്കുകയാണ്. അങ്ങനെ മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടി വേണമല്ലോ നമ്മുടെ ഉണ്ണിക്കണ്ണനെ കാണാൻ പോകാൻ. അത് ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രമേ മനസ്സിലാവൂ കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണുങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇതേ ചെന്ന് കയറിയതും നമ്മുടെ പിഷാരടി ചേട്ടൻ പോണു. അങ്ങനെ രമേശ് ചേട്ടനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആളെ കണ്ടപ്പോൾ നമ്മൾ വെറുതെ വിടുന്ന ശരിയല്ലല്ലോ. ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ കണ്ണനെ കാണാൻ വേണ്ടി നടന്നു. അവിടെ ചെന്ന് നല്ല അടിപൊളിയായിട്ട് ഒരു മണിക്കൂർ ക്യൂ നിന്നെങ്കിലും നല്ല സൂപ്പറായിട്ട് നമ്മുടെ കണ്ണനെ തൊഴാൻ വേണ്ടി പറ്റി. പിന്നെ അടുത്ത് നമ്മുടെ പരിപാടി പർച്ചേസിങ് ആണല്ലോ. കമ്മലുകളും വളയും മാലയും ഇങ്ങനെ എല്ലാം കണ്ട് കണ്ണ് നിറഞ്ഞു. എന്തൊക്കെ മേടിക്കണം എന്നൊരു പിടി ഉണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പോകുമ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ കൂടി പോകുമ്പോൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. അങ്ങനെ കണ്ണി കണ്ടതൊക്കെ ഞങ്ങൾ നോക്കി ഓരോ കടയിലൊക്കെ കയറി തിന്നാനുള്ളതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ അടുത്തത് നമ്മൾ ഫുഡിൻ്റെ പരിപാടിയാണ്. 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചോറൊന്നും കിട്ടിയില്ല. നമ്മൾ ഫ്രൈഡ് റൈസാണ് കഴിച്ചത്. അവിടെ ലൈമൊന്നും ചോദിച്ചപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോ സർവത്തൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോസ് എടുത്തത് ഇതൊക്കെയാണ്. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സുമായിട്ടുള്ള ഈ ഒരു യാത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.